ഗായ്സ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഗായ്സ്. യാത്ര നമ്മള് അരികോട് എത്തിട്ടോ. നമ്മള് എവിടുക്കാന്നറിയില്ല, അവിടെ പോകേണ്ടത്. കൺവീനർ ബാക്കിലുണ്ട്. അമീൻ മാസുണ്ട്, സാദിഖ് മാസുണ്ട്, അൻസാർ മാസുണ്ട്, ഇസാമിൻ മാസുണ്ട്. റാസി മാസ് അവിടുന്ന് ഓൾറെഡി ഉൾക്കൊള്ളിച്ചേ തകർക്കും വരെ. അങ്ങനെ നമ്മള് നിലമ്പൂർ കഴിഞ്ഞു. വഴിക്കട എത്താനായ സമയത്ത് വണ്ടി പുക പരിശോധനാ കേന്ദ്രത്തിൽ കയറ്റിയതാണ് കേട്ടോ. ബാങ്ക് കൊടുക്കണ്ടേ, സുബാങ്ക് കൊടുക്കണ്ടേ. നമസ്കാരത്തിന് വേണ്ടിയിട്ട് മസ്ജിദുൽ ഹുദ പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ ചായ കുടിക്കാൻ ഇവിടെ ഒരു കടയിൽ വന്നതാണ് കേട്ടോ. യാത്രയിലെ ആദ്യത്തെ മൃഗത്തെ കണ്ടിരിക്കുകയാണ്. ചുരത്തിൽ തന്നെ നമുക്ക് മനോഹരമായിട്ട് ആന നിൽക്കുന്നത് കാണാൻ സാധിച്ചു. പോകെ അങ്ങനെ നമ്മുടെ യാത്ര ഒരു തേയിലത്തോട്ടത്തിന് നടുവിലെത്തിയിരിക്കുകയാണ്. നല്ല തണുപ്പാണ്. നമ്മുടെ റാശിമാശം ഇവിടെ ഉണ്ട്. ഓക്കെ, ഒന്ന് വെയിൽ കായാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ്. മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ നമ്മൾ ഈ എസ്റ്റേറ്റ്, ഇത് ഗവൺമെൻറ് എസ്റ്റേറ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ കാര്യസ്ഥന് അവിടെ പോകുന്നുണ്ട്. അപ്പം ഇതിലൊരു വശത്തുള്ള തേയിലകൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചപ്പം അവർ നിശ്ചിത കാലത്തിന് ശേഷം ഇത് മുറിച്ച് മാറ്റും. പിന്നെ അതിന് ശേഷം ഇത് 50 ദിവസത്തിന് ശേഷം ഈ ഒരു ലെവലിലേക്ക് വളർന്നു വരും എന്നാണ് അതിൻ്റെ കാര്യസ്ഥൻ പറഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊരു മാനുണ്ടായിരുന്നു. ഞങ്ങൾ മാനിൻ്റെ പുറകെ പോയതാണ്. അതിശക്തമായ തണുപ്പാണ്, പ്രത്യേകിച്ച് വെക്കുമ്പൽ കൂടി ആയതുകൊണ്ട് തണുപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഒരു പള്ളിയിൽ, നീലഗിരി ഒരു ഓർഫനേജാണിത്, അതിൻ്റെ പള്ളിയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയതാണ്. അൻസാർ മാഷ് ഓർഡർ എടുക്കണ്ടേ. എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മുതുമലൈ ടൈഗർ റിസർവിലേക്ക് കയറാൻ പോവാണ്. ല്ലേ മുതുമലൈ ടൈഗർ റിസർവിലൂടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യാത്രാമധ്യയിൽ പല മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഇതിലൂടെയുള്ള മനോഹരമായ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആന അരുവിയിൽ വെള്ളം കുടിക്കാൻ എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര എന്ന് പറയുന്നത് മസനഗുഡി റോഡ്, അവിടെ ഒരു മരം വീണ് റോഡ് ക്ലോസ് ആണ്. അപ്പം ഇതാണ് നോയ റിവർ. ഇവിടെ അവിടുത്തെ പ്രദേശവാസികൾ കുളിക്കുക, അലക്കുക, മറ്റു പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തു, ഒരുപാട് സംസാരിച്ചു, കഥകൾ പറഞ്ഞു. എല്ലാവരും ഈ പുഴയുടെ മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് അകലെയായിട്ട് നമുക്കൊരു ആന പുല്ല് നിന്നത് കാണാൻ കഴിയും. ഒരുത്തൻ മസിൽ പിടിച്ചിരിക്കണേ. കാവ്യമാധവന് മറ്റേ മരത്തുമ്പോ കയറിട്ട് 4 കുരങ്ങന്മാരെ ഇറക്കില്ലേ? ഒന്ന് ഇവിടെ, 2 ഇവിടെ, 3ന്റെ ബാക്കിലുണ്ട്, വേറെ 3 എന്താ ഫോട്ടോ വേണ്ടി? എന്താ വേണ്ടി? ഒരു കുരങ്ങനെ നമുക്ക് കിട്ടിയില്ലേ, ബാക്കി 2 കുരങ്ങന്മാരാണ് ഈ ഇരിക്കുന്നത്. കറക്റ്റ്. ഒരു കുരങ്ങൻ ആദ്യം പറയൂ. എങ്ങനെ? ഷാറുഖ് ഖാനായിപ്പോ. ഷാറുഖ് ഖാൻ രണ്ടോ. ഷാറുഖ് ഖാൻ അന്നെ ഈ വള്ളത്ത് മുക്കിക്കൊല്ലോ. 3 പിച്ച് ഉത്തരണ്ടോ? 3 പിച്ച്. 1 2
സാദിഖ് മാഷ ഒന്നും മുണ്ടണില്ല, വീഡിയോ എടുക്കണ്ടെന്നോ. എത്താ സാദിഖ് മാഷെ? ചില്ലിലാണ്. കല്ല് കാണുന്നില്ല അവിടെ, കല്ല് കാണുന്നില്ല, കല്ല് തപ്പാണ്. ഞാൻ അറിഞ്ഞ ഇപ്പോഴും പോണാ. ഒരുത്തൻ കാര്യമായിട്ട് കല്ലുണ്ടാക്കണ്ട്. ആ ആ ആത്മാർത്ഥം കല്ലില്ലാത്തോർന്ന് ഓട് നാളെ ഇംഗ്ലീഷ് എടുക്കണ ഗ്രൂപ്പിലൊക്കെ ഈ ചെക്കത് ഈ ഭാഷ നമ്മൾ ഇംഗ്ലീഷ് എടുപ്പിക്കുന്ന അറിയുന്നത് നല്ലോണം തിരിച്ചുള്ള പദ്ധതിയാണ്. അതൊക്കെ ഉരുളങ്കല്ല് അപ്പൊ കേറി പോകും. അതൊക്കെ വെള്ളം ചെത്തിപ്പോയി. 2 3 4 5 2 3 മൂന്നെണ്ണായിട്ടുള്ളൂ. ഇപ്പോഴും 5 തന്നെ. 2 കല്ല് പോരാന്ന് ടി വി ഒന്നും ഒലിപ്പിക്കാൻ അപ്പോഴും കഴിഞ്ഞില്ല. കല്ലെന്ന് ഇട്ടില്ല. ഒരുപാട് മാനുകൾ ഇവിടെ ഇങ്ങനെ പുല്ലുകൾ തിന്നിട്ടും റെസ്റ്റ് എടുത്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്. സാധാരണ രീതിയിൽ ബന്ദിപ്പൂരിൽ വഴി പോകുന്ന സമയത്ത് നമുക്ക് ഇത്രത്തോളം മാനുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയാറില്ല. ഇവിടെ നമുക്ക് പിറകിലായിട്ട് ഒരുപാട് മാൻകൂട്ടങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഒരുപാടുണ്ട് കേട്ടോ. പ്രിയമുള്ളവരെ, നമ്മൾ ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മനോഹരമായിട്ട് ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഓക്കെ, മാനോട് മാന് നിങ്ങളോട് പറയുകയാണെങ്കിൽ മാനോട് മാന്. ആഹാ, മയില് അടിപൊളി. ഫുൾ മയില്. നമ്മുടെ യാത്ര കേരളം, തമിഴ്നാടും പിന്നിട്ടിപ്പോൾ കർണാടകയിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ആന ആന അമ്മയും കുഞ്ഞും. ആന അമ്മയുണ്ട്, കുഞ്ഞുണ്ട് കേട്ടോ. ആളുകളൊക്കെ വണ്ടി നിർത്തി നോക്കുന്നുണ്ട്. നമുക്കിപ്പോൾ മനോഹരമായിട്ടുള്ള മാൻകൂട്ടത്തെ കാണാം കേട്ടോ ബാക്കിലായിട്ട്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അവിടുന്ന് ഇങ്ങോട്ട് ജാസ്തി ആളുകൾ വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ. ഭയങ്കര ബ്ലോക്കാണ് അവിടെ, ഒരുപാട് ബ്ലോക്ക്, ഒരുപാട് വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മളെ റൂട്ട് ക്ലിയറാണ്. റബ്ബേ, ഇവരൊക്കെ പോയി ഉടുക്ക് പോണോരാ. പെരും ബ്ലോക്ക്. എങ്ങനെ നമ്മൾ സൂര്യകാന്തി പൂന്തോട്ടത്തിലെത്തി. നമ്മളെ കാക്ക ഫ്രീ ആയിട്ട് വിടുന്നില്ല, ബാർഗൈനിങ്ങിലാണ്. ഒരുപാട് ആളുകൾ അവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ സൂര്യകാന്തി തോട്ടത്തിലെത്തിയിരിക്കുകയാണ്. സാധ്യ വെയിലാണ് കേട്ടോ. ഇതിൻ്റെ മഞ്ഞ ഡ്രസ്സിലാവും കേട്ടോ. ഇതിന് മണം ഉണ്ടാവില്ല എന്നല്ലേ പറഞ്ഞേ?
അപ്പൊ മണം ഉണ്ടാവും അവൻ പറഞ്ഞ പോലെ. എങ്ങനെ ഈ വെയിലത്ത് ഉണങ്ങാക്കാം? മനുഷ്യൻ വരെ ഉണങ്ങി പോവാ. അപ്പോ നമ്മള് സൂര്യകാന്തി കാഴ്ചകളൊക്കെ കണ്ടു. ഞാനും ആദിൽ മാഷും കൂടെ എല്ലാവരും പിന്നെ മണവാള റാഷിദ് ജാസില് അവര് കുട്ടികളോട് കൊടുക്കാൻ വേണ്ടിട്ട് അവർക്ക് സൂര്യകാന്തി വേണ്ട, തിരിച്ചു കൊടുക്കുക, തിരിച്ചു കാണിക്കുക. നമ്മൾ യാത്രാമധ്യേ നമ്മളെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വഴിയോരത്ത് നിർത്തിയതാണ്. നമ്മളെ മാഷന്മാർ ഉള്ളിൻ്റെ വിലയൊക്കെ അന്വേഷിക്കുന്നുണ്ട്, ചോദിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ വത്തക്ക ഉണ്ട് കേട്ടോ. വത്തക്ക നാട്ടിൽ നിന്നുള്ളതിനും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ടും കൃഷിത്തോട്ടങ്ങളാണ്. യാത്രയിലാണെങ്കിലും വീട്ടുകാരും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇതേ ഒരു ചിന്തയുള്ള മനുഷ്യനാണ്. എന്താ തക്കാളി വില മാറ്റുണ്ടോ? അതെ അതെ. എന്താ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഈ പൂച്ച ക്യാരറ്റ് എങ്ങനെ വില? ക്യാരറ്റ് 30 കുറച്ച് വേണ്ടു. ഈ യാത്രയിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. മുഴുവനായിട്ടും ചോളമാണ് കേട്ടോ. ചോളം ഇവിടുന്ന് വലിയ ചാക്കുകളിലായിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അതുപോലെ അപ്പുറത്തുണ്ട് കാളവണ്ടി. നമ്മുടെ നാട്ടിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പതിവ് കാഴ്ചയായിരുന്നു ഇത്തരത്തിലുള്ള കാളവണ്ടികളൊക്കെ. അതിൻ്റെ ബാക്കിൽ ഒരു പശുവിനും കിട്ടിയതാ. എന്താ ഒരാഴ്ചക്കുള്ള വാങ്ങിയിട്ടാ പോണേ. ഇതിന് മാസം എല്ലാവർക്കും കൂടി വാങ്ങിയതാ. അതെ അതെ, എല്ലാവർക്കും കൂടി വാങ്ങിയതാ. അവിടുന്ന് വീതിക്ക് പോയി. കടയിൽ നമ്മളെ ഇണ്ണിത്തട്ട വാളക്കൂമ്പ് എന്നാണ് അവർ പറയാറ്. വാളക്കൂമ്പർക്ക് നല്ല ചീര ഉണ്ട് കേട്ടോ. ചീര, അതുപോലെ വത്തക്ക, ചീര, നല്ല കർമൂസ ഉണ്ട്. കർമൂസ വത്തക്ക ചാക്കണക്കിനാണ് കൊടുക്കണേ, ചാക്ക്. പിന്നെ ഉള്ളി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടികളിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി സാധനം വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളൊരു വത്തക്ക വാങ്ങിയിട്ട് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മൾ വത്തക്ക വാങ്ങി വത്തക്ക ടേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ കാക്ക ബത്തേരിക്കാരാണ്. അദ്ദേഹം വിവാഹം കഴിച്ചത് കുഞ്ഞോളത്തു നിന്നാണ്. അപ്പം നമ്മളെ ഷാമിൽ മാഷൊക്കെ അറിയും അവരെ. എങ്ങനെയുണ്ട് വത്തക്ക? കണ്ട് കാക്കാന വത്തക്ക എങ്ങനെയുണ്ട്? അടിപൊളി മരോനാണ്. കാക്കാന്റെ പേരെന്തേനി? അബൂബക്കർ. ഇവിടെ അങ്ങനെ ശരി. ഇവിടെ നാട്ടു പോയില്ലേ? ഡെയിലി പോയി വരുമോ? ആഴ്ചക്ക്. വെൽക്കം ടു വയനാട്. വീണ്ടും കേരളത്തിലേക്ക് കടന്നു. ഇവിടെ കാട്ടുതേൻ കിട്ടുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമുണ്ട്. അപ്പം അവിടെ നോക്കാൻ വന്നതാണ്. ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമാണ്. അവിടുന്ന് തേൻ്റെ ഒരു ചെറിയൊരു ബോട്ടിൽ വാങ്ങി കേട്ടോ. 215 രൂപയാണ്. അപ്പോൾ നമ്മൾ വാങ്ങിയ തേനിൻ്റെ ഗുണമേന്മ പരിശോധിക്കുകയാണ്. ഷാമിൽ മാഷി അധ്യാപകൻ ഷാമിൽ മാഷി. തേണ്ടോ എവിടോ ഉണ്ട് എന്ന് പറഞ്ഞേ. എവിടോ തേണ്ടെന്നാ പറയണ പോലെ. എന്നാരെ ചങ്ങായി അതെത്താ കാട്ടിൽ എനിക്ക് അറിയില്ലേനോ. ചാടാൻ നിക്ക സാധു അറിയില്ല. എന്താ ഇങ്ങനെ ചെയ്യാ? മനുഷ്യൻ എല്ലാ കഴിവും കൊടുത്ത് ഇത് തിരിച്ചറിയാനുള്ള കഴിവ് കൊടുത്തില്ല. മേൽക്കൂടെ ചാടാ. അങ്ങനെ നമ്മൾ കയറണം, അപ്പോഴേ നീങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിർത്തിയതാണ്. നല്ല ബിരിയാണി ഉണ്ട്, നല്ല ചോറുണ്ട്,
ഇവിടെ ഒരു ട്രിപ്പ് കഴിഞ്ഞു. അമീനെ ഭക്ഷണം കണ്ടടാ ഉഷാറല്ലേ? ഭക്ഷണം കഴിച്ചാലൊരു മധുരം പോയെന്നുണ്ട്. ഗംഭീറിനാണെങ്കിൽ ഇത് ഇഷ്ടമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മധുരത്തോട് ഭയങ്കര പ്രാധാന്യം. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കല്ലൂർ എന്ന സ്ഥലത്താണ്. കല്ലൂർ എത്തിയപ്പോൾ ചെറിയ കാറ്റുമയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പം ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത മഴയാണ്. അപ്പോൾ നമ്മൾ കോട്ടും കാര്യങ്ങളും ഉണ്ട്. കോട്ടിൻ്റെ കുപ്പായം മാത്രമേ ഉള്ളൂ, ഫാൻറ്റില്ല. ഊരിൻ്റെ ഇവിടെ ഏതായാലും നനി നമുക്ക് പോയി വെക്കാം. നമ്മൾ കാരാപ്പുഴ ഡാമിൽ എത്തിയിരിക്കുകയാണ്. വയനാട് കാരാപ്പുഴ ഡാം. ഇവിടെ എന്തൊരു ഫംഗ്ഷൻ എന്തോ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചിരിക്കണേ ഇഷാമിനെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. ഓന്റെ മമ്മൂട്ടി ആയാലും ഗ്രൂപ്പിൽ വന്നിട്ട് അതിന്റെ അഡ്മിന്മാർ ആരൊക്കെ ഞങ്ങളാക്കി അഡ്മിൻ സോളിലേക്ക് മെസ്സേജ് ടീം ഉണ്ടാകുമ്പോ ഒരു പരിപാടി നടക്കൂലേ ഷാമി? ഓന്റെ ഉഡായിപ്പ് QR പിന്നെ ഫുഡിന്റെ ഫോട്ടോ കൺവീനിയൻസ് സ്ട്രോങ് ആ. മാത്രം ട്രിപ്പില്ല, എല്ലാത്തിലൊക്കെ ഒഴിവാകാം. ലെഫ്റ്റ് അടിച്ച് പോവല്ലെങ്കിൽ സ്ട്രോങ് ആണ്, കൺവീനിയൻസ് സ്ട്രോങ് ആണ്. വയനാട് ഉത്സവം നടക്കുന്നുണ്ടോ? വയനാട് ഫെസ്റ്റ് നടക്കണ്ടേ? വയനാട് ഫെസ്റ്റ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന വയനാട് കാരാപ്പുഴ ഡാമിൽ നടക്കുന്ന വിപുലമായ പരിപാടി ഇന്ന് 3ാമത്തെ ദിവസമാണ്. 6 മണിക്ക് തുടങ്ങി 8:30 വരെയാണ് പരിപാടി. അപ്പോൾ നമ്മൾ ഡാമിന്റെ പുറത്തുനിന്നൊരു ചായ കുടിക്കാൻ വെച്ചു. ചായ നല്ല കടി കുടിച്ച് തിന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളിതിന്റെ ഉള്ളിലേക്ക് കയറി പരിപാടികളൊക്കെ ആരംഭിക്കാൻ നിൽക്കുന്നതേ ഉള്ളൂ. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇവിടെ അങ്ങകലെയായിട്ട് ഫുഡ് കോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. DJ പരിപാടികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തകർക്കും, അടിപൊളി. സാധിക്കും മുട്ടായാൻ പോണ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാനത്തിന് നമ്മൾ മുട്ട എടുക്കാതെ വിടുക സാധിക്കട്ടെ. ഓക്കെ, ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പാട്ടോ? നമ്മള് ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അതിൻ്റെ ഏറ്റവും താഴ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ്. ഇന്നത്തെ വയനാട് ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ടായിരിക്കാം ഇത്രയധികം തിരക്കുള്ളത്. നമ്മളിതിനു മുമ്പ് വന്ന സമയത്തൊന്നും ഇത്ര അധികം തിരക്കുണ്ടായിരുന്നില്ല. റോസ് ഗാർഡനാണ് കേട്ടോ. പൂക്കളൊക്കെ വളരെയധികം കുറവാണ്. അതൊക്കെ കേരള കുട്ട ബാബാ ഡാൻസ് കളിച്ചാണ് അങ്ങോട്ട് വാചകം കായ്. ഡാൻസ് കളിച്ചാണ് പറഞ്ഞപ്പോ തെറ്റി പോവാ. അമീൻ എങ്ങനെ ആവല്ലേ? അമീന വാ ബാബാ ബാബാ മഞ്ചു വാങ്ങി തരാം അവിടുന്ന്. വാ അപ്പം നമ്മളിവിടെ റീല് ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ഷമിൽ മാഷി, അൻസാർ മാഷി, റാഷി, TV, തൻവീർ, സാദിഖ് എല്ലാവരും ഉണ്ട്. ജാസിലിന് ഇതുവരെ ഇല്ലാത്ത കോള്, ഇതുവരെ ഇല്ലാത്തൊരു കോള് ഡാൻസ് കളിച്ചാർന്നപ്പോ. ബാ അജ് ഡാൻസ് കളിച്ചാക്ക തരും. ബാ അപ്പോൾ നമ്മൾ ഈ സന്ധ്യാസമയം നമ്മുടെ ഈ ഡാം പരിസരത്ത് അടിച്ചു പൊളിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട്. മുകളിൽ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് റീലുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ സാദിഖ് മാഷൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നമ്മളെല്ലാം പരാജയപ്പെട്ടു. നമ്മൾ പരാജയപ്പെട്ടില്ല അല്ലേ സാദിഖ് മാഷേ? അതെ, എന്റെ അഭിപ്രായത്തിൽ സബ്ജിയിലേക്ക് പോകണ ഡാൻസ് ഒക്കെ സാദിഖ് മാഷ് കൊടുക്കണോ? അടിച്ചു പൊളിക്കായി. നമ്മുടെ പരിപാടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. DJ പരിപാടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും.
ഞങ്ങളങ്ങനെ അവിടുത്തെ പരിപാടി കംപ്ലീറ്റ് ആവാൻ നിന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ അവിടുന്ന് ഇറങ്ങി. ഒരുപാട് ദൂരം ഓടാനുള്ളതല്ലേ. റാശി ഉണ്ടില്ലേ, ആരും കാണാതെ പെണ്ണുങ്ങൾക്ക് വാങ്ങാ. അമ്പടാ ഏതാ മുന്തിയ കൊടുക്കാൻ കഴിയേ. പോട്ടെ, ഓൾ ഹാപ്പി ആട്ടെ. ചോക്ലേറ്റോട് വാങ്ങിച്ചിന് വേറെ. അങ്ങനെ നമ്മള് വയനാട് ചുരത്തിനടുത്ത് എത്താനായി. അപ്പോൾ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ നമ്മള് ഭക്ഷണം കഴിച്ചു. യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും. മീൻ്റെ കിരുത്തം കണ്ടില്ലേ, 8 പൊറാട്ട ചമ്മീ തന്നെ. സാദിഖുമാഷേ, എങ്ങനെയാ നമ്മളെ യാത്ര? ഉച്ചണ്ടാവും എന്തോന്ന് പറയുന്നുണ്ട്. ആ, നല്ല രീതിയിൽ നമുക്ക് കളറാക്കാൻ പറ്റി. നല്ല രീതിയിൽ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് വരുമോ നമ്മുടെ പ്രായഭേദമന്യേ അല്ല അടിപൊളിയായിട്ട് എന്താ മാഷ വയസ്സനാക്കി എല്ലാം കൊണ്ടും പിന്നെ ഫോട്ടോ എടുക്കാന് നമുക്ക് ആരും ഒരു മസിൽ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എഡിറ്ററായിട്ട് ജാസില് അതുപോലെ ആദിവാസൊക്കെ വളരെ ഭംഗിയായിട്ട് ക്യാമറ കാര്യം കൈകാര്യം ചെയ്തു. നല്ല ഡാൻസ് വരുന്നുണ്ടല്ലോ. കൂടുതൽ പറയാന്ന് വെച്ചാൽ പിന്നെ ഫുഡ് കാര്യങ്ങൾ ഒഴിവിട്ടേക്ക് കുറച്ചിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് വിശാലായിട്ട് ഭക്ഷണത്തിന്റെ പൈസ ഒക്കെ സാധിക്കുമാശം കൊടുക്കാൻ പറഞ്ഞാല് വളരെയധികം സന്തോഷം. അതിന്റെ ഭാഗ്യം നമുക്ക്. പിന്നെ ലാഗ് എവിടെ വന്നില്ല, എല്ലായിടത്തും നമ്മൾ കണ്ടു, വിശാലായിട്ട് കണ്ടുള്ളതാണ് മെയിനായിട്ട്. രാവിലത്തെ ഇറക്കം എല്ലാവരും കറക്റ്റ് ഷാർപ്പൻ ഇറങ്ങി. ഒരു കുറെ ലേറ്റ് ആയിട്ടുള്ള പക്ഷെ നമ്മൾ ഓടി പിടിച്ചു. പിന്നെ കുറച്ച് കുറുത്ത് ഇല്ലാത്ത കരുതാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. ഷംനാസ് എനിക്കാണ്. ഷംനാസ് എങ്ങനെ ചില്ലാണെന്നാണ് അടിപൊളി ഡാൻസ്. മാത്രല്ല ഒരു എന്തൊരു പ്രഗ്നൻസിന്റെ കഥ ജാസിനെ കുറിച്ച് ഞാൻ കേട്ടു. യാത്രയിൽ കിട്ടിയ പുതിയൊരു ഡാൻസ് മാസ്റ്റർ സാദിഖ് മനയൽ. കഥകളി മുതൽ തിരുവാതിര സിനിമാറ്റിക് ഇവിടെ പാട്ടും അതുപോലെ പാട്ട് അടിപൊളി.